അങ്ങനെ ഇത്രയും കാലം എന്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ നോട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ ജയിലിലാണ് നോക്കുന്നത്. ഞങ്ങളെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ വീട്ടുകാരാണല്ലോ. അപ്പൊ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് വീട്ടിൽ പോലീസുകാർ വന്ന് സെർച്ച് ചെയ്തത്. വിത്തൗട്ട് സെർച്ച് ഇല്ലാണ്ട് ഇത്രയും കാലം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പ്രശ്നേഷ് ഒരു 12 ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പ്രശ്നേഷിൻ്റെ പുതിയ കൊണയടി വന്നിട്ടുണ്ട്. പ്രശ്നേഷ് ഇവിടെ പറയുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് മനഃപൂർവ്വം ഒരു ഡ്രാമയിലൂടെ മൂപ്പരെ ജയിലിലാക്കാൻ നോക്കി. അത് മീഡിയക്കാർ അതുപോലെ ഒക്കെ ആഘോഷിക്കാൻ ശ്രമിച്ചു. അതേപോലെ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കയറ്റുള്ള പരിപാടിയാണ്. കൊല്ലാനും മടിക്കില്ല. അതേപോലെ പ്രിവിലേജിനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഒരു ഫേമസ് യൂട്യൂബറെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അത് ന്യൂസ് വാല്യൂ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മീഡിയക്കാരും നാട്ടുകാരൊക്കെ ഇത് ആഘോഷിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളുടെ സൂക്കേടാണ് എന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. ആ കല്യാണം കഴിക്കാത്ത സിംഗിൾ പസകികളെ കുറിച്ച് ഇവിടെ എന്തോ പറയുന്നുണ്ട് മൂപ്പര്. അതായത് മൂപ്പരെ ഭാര്യനെ കുറ്റം പറയുന്നു നാട്ടുകാർ, മറ്റുള്ളവർ, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത ആണുങ്ങൾ, അവരുടെ പ്രശ്നമാണിത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മൂപ്പരിപ്പോഴും മൂപ്പരെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് മൂപ്പര് സോറിയും പറയുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കാം. ഈ നോട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി ഇവളാന്നാണ് ഈ നാറിയ സമൂഹം പറഞ്ഞത്. എന്തടേ ഇപ്പം ഒരുത്തൻ്റെ കയ്യില് അവന്റെ തന്തയോ തള്ളയോ വളർത്തിയത് ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു മര്യാദയുണ്ട്. ഈ പെണ്ണ് കിട്ടാത്ത കുറെ മൊണ്ണകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, അവന്മാരാണെന്ന് തോന്നി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചാബ് പോലീസ് സ്റ്റേഷനിൽ SI ആണെന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ SIയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ഒപ്പിടണം. കേസ് ആയതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം. എനിക്ക് മനസ്സിലായില്ലത്. ഒരു കേസ് എടുത്തു എന്നതിന്റെ പേരിൽ, FIR ഇട്ടു എന്നതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം എന്നൊക്കെ പറയുന്ന ആ ഒരു നിയമ സെക്ഷൻ അവിടെ ഇല്ല. അല്ലെ, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഇതെന്തോ പ്ലേ ആണ് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ട്രിക്ക് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു. എന്നിട്ട് അത് ആഘോഷിക്കാൻ മീഡിയാസ് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോ ഇന്നലെയാണ് കുറെ നാൾക്ക് ശേഷം ആലപ്പുഴ കണ്ടത്. ഇതിലെ സംഗതി ഇവർ ഒളിവിലായിരുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ ആയി. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ പേടിയുണ്ടായിരുന്നു. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വനിതാ പോലീസ് ഓഫീസർ വിളിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഇത്ര 2-2:30 മണി സമയത്താണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്ര കോൾ വന്നത്. ഉച്ച ടൈം 2-2:30 എന്തോ ആ സമയത്ത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എന്തോ നോട്ടീസിൽ സൈൻ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഒരു സംഗതിയാണ്. അവിടെ പോയിട്ട് സൈൻ ചെയ്യണം എന്നൊരു സംഗതി. എന്നിട്ട് കൂടെ പറഞ്ഞു അത്രേ. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴേക്ക് വന്നാൽ പോരെ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞു അത്രേ. എന്നിട്ട് പറഞ്ഞു അത്രേ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഉള്ളെങ്കിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. വലിയ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പ്രശ്നേഷ് പറഞ്ഞു എന്നാണ് രോഹിത് പറഞ്ഞു. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ പിന്നീട് അവർ അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും നിങ്ങളിത് പുറത്ത് ആരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കാൻ നിൽക്കണ്ട, കേസുള്ള കാര്യം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സീനാക്കാൻ നിൽക്കണം. അപ്പോൾ മൂപ്പർക്ക് ഇത് എന്തോ സംതിങ് ഫിഷി എന്ന് തോന്നിയിട്ട് മൂപ്പര് നിയമസഹായം തേടി. അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി ഒപ്പിടേണ്ട അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പര് ഒളിവിൽ പോവാണ്. ഒളിവിൽ പറഞ്ഞാൽ മൂപ്പര് പറയണത് മൂപ്പര് വണ്ടി, ബൈക്ക്, അമ്മയും പെങ്ങളുള്ള വീട്ടിലാണുള്ളത്. അപ്പോൾ മൂപ്പരെ കാറിൽ പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് ഒളിവിൽ താമസിക്കുകയാണ്. അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നതെന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ എന്നിട്ട് മൂപ്പര് അവിടുത്തെ എക്സ്പീരിയൻസ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസ് അവർക്ക് ഉണ്ടായി. അതേപോലെ നല്ല ടെൻഷൻ അടിച്ചിട്ട് പോയിരുന്നു. ഭാര്യനെ സേഫ് ആക്കണമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി വഴിയിൽ വെച്ച് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. മീഡിയക്കാരും സമൂഹവും എല്ലാവരും എതിരാണ്. കല്യാണം കഴിക്കാത്ത ആണുങ്ങളാണ് ഈ രോദനം ആയിട്ട് വരുന്നത്, പെണ്ണ് കിട്ടാത്തതിൻ്റെ സുഖമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതേപോലെ പലരും പറയുന്നത് ഈ ഭാര്യ പെണ്ണ് കാരണമാണ്, പ്രശ്നേഷിൻ്റെ വൈഫ് കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ ചൂടാവുന്നുണ്ട്. പെണ്ണ് കിട്ടാത്തവന്മാരുടെ രോദനമാണ്, പെണ്ണ് കിട്ടാത്തവന്മാരാണ് എൻ്റെ ഭാര്യനെ കുറ്റം പറയുന്ന രീതിയിലൊക്കെ അവിടെ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംഗതിയും പ്രശ്നേഷ് ഒളിവിലായിരുന്നു കേസ്. പ്രശ്നേഷ് കാര്യത്തിൻ്റെ തീവ്രത മൂപ്പർക്ക് ഇപ്പോൾ മനസ്സിലായി തോന്നുന്നു. ഏതൊക്കെ സ്ത്രീകൾ ചേർന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിറക്കാണ് പ്രശ്നേഷിനെതിരെ എന്നാണ് പ്രശ്നേഷിൻ്റെ ഈ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി പ്രശ്നേഷ് ഇവിടെ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കഷായം ഗ്രീഷ്മയുമായിട്ട് ഉപമിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്. എനിക്ക് മൂപ്പർക്ക് ഇപ്പോഴും വെളിപാട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. നേരിട്ട് ഈ പറയുന്നത് എനിക്ക് വെളിപാടുണ്ട് എന്നല്ല, നമുക്കൊക്കെ വെളിപാടുണ്ട് എന്നല്ല പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ മൂപ്പർക്ക് അതിൻ്റെ വെളിപാട് മനസ്സിലായിട്ട് തോന്നുന്നു. മൂപ്പര് ഇതിൽ പറയുന്ന വേറെ കാര്യം കേട്ടോ. കാശൊന്നുമില്ലായിരുന്നു, 10,70,000 രൂപ മൊത്തം മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ
വണ്ടിയിൽ ഡീസൽ അടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് 10,000-20,000 രൂപ നഷ്ടം ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് സുഹൃത്തുക്കളെ കുറിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല. ട്രൂ ഫ്രണ്ട്സ് ആരൊക്കെയെന്ന് ഇപ്പോൾ മനസ്സിലായി, ആരും സഹായത്തിനില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ രീതിയിൽ വിഷമമായിട്ടോ. കാരണം ഈ ഒറ്റപ്പെടൽ പറഞ്ഞു എന്തിൻ്റെ പേരിലായാലും ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എനിക്കത് ആസ് എ പേഴ്സണലി എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഒറ്റപ്പെടൽ അനുഭവിച്ച ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ പറയുമ്പോൾ. പക്ഷെ അത് നമ്മൾ ചെയ്യണ ചില പ്രവൃത്തികൾ കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്, വേറെ കാര്യം. അപ്പോൾ നോക്കാം, കഷായം ഗ്രീഷ്മയിലേക്ക് വരും കേട്ടോ. നമ്മളത് ഒബേ ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ നാട്ടിലെ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ നിയമം അനുസരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ ഈ ഒരു രീതിയിലുള്ളൊരു കളിയായതുകൊണ്ട് എനിക്ക് അവിടെ പോയി തലവെക്കാൻ തോന്നിയില്ല. ഞാൻ നേരെ എൻ്റെ വൈഫുമായിട്ട് ഒന്ന് മാറി. ഇത് നമ്മുടെ വക്കീല് പറഞ്ഞ പ്രകാരം ഞങ്ങൾ മാറിയത്. നമ്മൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടുമില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മുടെ പേര് ഈ പറഞ്ഞ നോട്ടീസ് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. നിന്റെ പാരന്റിങ്, നിന്റെ വീട്ടുകാർ നിന്നോടുള്ള പാരന്റിങ് സംഭവിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ആ കുട്ടിയുടെ റിലേഷനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പറയിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ അത് ഞങ്ങൾ പറയരുതായിരുന്നു. അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്ഷമയും ചോദിക്കുന്നുണ്ട്. നമ്മളൊരു കാരണവശാലും ഇപ്പോൾ ഒരു കഷായം ഗ്രീഷ്മയെ കുറിച്ചിട്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡർ ആണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. കാരണം അവള് റാങ്ക് ഹോൾഡർ. ഈ ചെങ്ങായി പറയണ ഒരു വർത്താനല്ലേ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ മൂപ്പരുടെ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ, അതോ എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക്? അത് എനിക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണോ, എനിക്കതിൻ്റെ വെളിവില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് പറയുന്നത് കഷായം ഗ്രീഷ്മ അങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലും കഷായം ഗ്രീഷ്മേനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ സമ്മതിക്കൂല. കാരണം കഷായം ഗ്രീഷ്മ റാങ്ക് ഹോൾഡർ ആണല്ലോ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കണത്. കഷായം ഗ്രീഷ്മയുടെ ഇത് തമ്മിൽ എന്താ എനിക്ക് മനസ്സിലായില്ല സംഗതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തില് കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ ഇവർ ഡിഫേമേഷൻ ചെയ്തിട്ടുണ്ട്. അവരെ ഡിഫേമേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തേക്കുന്നത്. നമ്മൾ അവർ നല്ല രീതിയിൽ, എനിക്ക് സ്വർണ്ണത്തിൽ കണ്ണുണ്ടായിരുന്നു, കാലാകാലങ്ങളായിട്ട് എനിക്ക് സ്വർണ്ണത്തിൽ നോട്ടമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത്രയും കാലം സ്വർണ്ണം എന്തുകൊണ്ട് എവിടെയും പോയില്ല? ഇത്രയും കാലമായിട്ട് എനിക്ക് നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? അത് എനിക്ക് ഈ നോട്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നേ പോയേനെ. കാരണം വീട്ടിലെ അന്നദാതാവ് ഞാനായിരുന്നല്ലോ. A to Z കാര്യങ്ങൾ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്, പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരെ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരെ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ലോജിക്ക് കിട്ടിയില്ല. അതായത് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട്, അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മൂപ്പര് അങ്ങനെ കാര്യങ്ങൾ ചെയ്തിരുന്നു പറയില്ലേ. പക്ഷെ ഇവിടെ ഈ കണക്ക് പറയുമ്പോൾ മൂപ്പര് ഒരു വലിയേട്ടൻ കളി ഉണ്ടല്ലോ, അത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ. ഒരു വലിയേട്ടൻ ഇഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നണം. അതിൽ മൂപ്പര് പറയില്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോലും ഞാൻ പൈസ കൊടുത്തു തന്നു. 2-4 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സാധാരണ ഒരു 10-12 ഉറുപ്പ് പോട്ടെ, ഒരു 15 ഉറുപ്പ്യ പൊട്ടുമെന്ന് വിചാരിക്കുക. മൂപ്പര് അതാണ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോലും ഞാൻ ചെയ്തിരുന്നു. ഒരു കാര്യം പറയട്ടെ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരാൾ ഇതിനിങ്ങനെ കണക്ക് പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഒന്നും ഇരിക്കും, ഒരു 50,000 രൂപ പൊട്ടി വിചാരിക്കുക. മൂപ്പര് കണക്ക് പറയും 50,000 രൂപ അതുപോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു. അത് മൂപ്പര് എന്താ പ്രതീക്ഷിക്കുന്നത്? അത് സ്വന്തം കയ്യിൽ നിന്ന് ആ പെൺകുട്ടി എടുക്കണം എന്നാണോ? ആ പെൺകുട്ടി അല്ലാതെ അതിന് വേണ്ടി എന്തെങ്കിലും ജോലിക്ക് പോകണം, സ്വന്തം കാലിൽ നിൽക്കണം, ഡ്രൈവിംഗ് ലൈസൻസുള്ള പൈസ ഞാൻ തരൂല, അങ്ങനെയാണോ? അല്ല, ഒരുപക്ഷെ മൂപ്പര് അതൊക്കെ പറയും കേട്ടോ. നമുക്കത് മൂപ്പരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. മൂപ്പരെ ലോജിക്ക് വെച്ചിട്ട് മൂപ്പര് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് ആ പൈസ കൊണ്ട് ചെയ്യാൻ. അപ്പോൾ ഓൻ്റെ കൂടെ പണിക്ക് പോയായിരുന്നല്ലോ ഓനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു, 25,000 കൊടുത്തു, 3,000 കൊടുത്തു, 5,000 കൊടുത്തു എന്നൊക്കെ ഗൂഗിൾ പേയുടെ കുറേ ഇതൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാത്തിനും കണക്കുണ്ടല്ലേ? ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതായത് കഴിച്ച ഭക്ഷണത്തിന് പോലും ഇപ്പോൾ ഒരു 100 രൂപയുടെ ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയുടെ ബിരിയാണി ഏട്ടയ്ക്ക് വാങ്ങി തന്നു, ആ 100 രൂപ തിരിച്ചു കൊടുക്കണം എന്നാണ് അവസ്ഥ. അപ്പോൾ ഇവൻ കണക്ക് പറയുകയാണെങ്കിൽ ഇവൻ്റെ കണക്ക് തീരൂല. ഇപ്പോൾ ഇവൻ ഒരു 5,000 രൂപ 10,000 15,000 രൂപ ഇങ്ങനെയായിട്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അതൊക്കെ എന്നാലും ഇവൻ പറയില്ലേ, ഞാൻ 3 കൊല്ലം മുമ്പ് നിനക്ക് അത് വാങ്ങി തന്നില്ലേ, അത് ചെയ്തു തന്നില്ലേ, നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നില്ലേ, ബിരിയാണി വാങ്ങി തന്നില്ലേ പറഞ്ഞിട്ട് ഇവൻ്റെ കണക്ക് എൻലെസ് ആയിരിക്കൂലേ. അപ്പോൾ അതെന്താ ലോജിക്ക്? അനന്തമായ കണക്കുകൾ. നമ്മൾ അങ്ങനെ ഒരു ഫിലോസഫിക്കലി കടബാധിതക്കാരിയാവൂല ആ പെങ്കൊച്ച് ഇവനായിട്ട്. പെങ്ങൾ ഇവൻ്റെ കടക്കാരിയാവും. അതായത് തീർത്താലും തീരാത്ത കടം. അങ്ങനെയാണ്.
അതിനകത്ത് സ്വർണത്തിൽ നോട്ടമുള്ളവനാകുന്നത് അല്ലെ അതിനെന്തെങ്കിലും തെളിവ് ഈ പബ്ലിസിറ്റി സ്റ്റാൻഡും കളികളൊക്കെ നടക്കുന്നത് എന്തടാ ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു ലേറ്റാണല്ലോ അതുകൊണ്ട് ഈ പാവപ്പെട്ടന്റെ നെയ്യത്തോട് കയറി കഴിഞ്ഞാൽ ഇവന് എന്തുവാ ആകെ സോഷ്യൽ വീട്ടുകാരാണല്ലോ അപ്പൊ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് വീട്ടിൽ പോലീസുകാർ വന്ന് സെർച്ച് ചെയ്തത് വിത്തൗട്ട് സെർച്ച് സെർച്ച് വാറണ്ട് ഇല്ലാണ്ട് അങ്ങനെ സെർച്ച് വാറന്റ് ഒക്കെ ഇല്ലാണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല ഈ ഒരു പോയിന്റ് ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സെർച്ച് വാറന്റ് ഇല്ലാണ്ട് സെർച്ച് ചെയ്യുമോ എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. തോന്നുന്നില്ല അങ്ങനെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ശരിയായിട്ടുള്ള നീക്കങ്ങളായിട്ട് മാറുന്നതെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കൊല ചെയ്തവനോ ഒരു പീഡനം ചെയ്തവനോ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു എന്തുവാ നാട്ടിൽ എന്തോരം ഉടായ്പുണ്ട്, എന്തോരം അടിച്ചുമാറ്റൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്തേലും ഈ കള്ളും കഞ്ചാവൊക്കെ കച്ചവടം ചെയ്യുന്നവനൊക്കെ എതിരെ ഇങ്ങനെയൊക്കെ എന്തേലും മൂവ്മെന്റ് ഉണ്ടാ. അങ്ങനെ യൂട്യൂബർ ആണ്, ഈ ഒരു വ്ളോഗർ ആണ്, അതൊക്കെ കൊണ്ട് എല്ലായിടത്തും ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡ് ആണല്ലോ. അതുകൊണ്ട് ഈ പാവപ്പെട്ടന്റെ നെയ്യത്തോട് കയറി കഴിഞ്ഞാൽ ഇവന് എന്തുവാ ആകെ സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം വിളിച്ചു പറയുന്നു എന്നല്ലാണ്ട് അവന് ഹോൾഡും ഇല്ല, പൈസയില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന് നെഞ്ചത്തോട്ട് കയറാം, അവന് അഴിയണിക്കാം. അതിനകത്ത് എല്ലാവരും കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നു. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ പൈസ കിട്ടുമായിരിക്കും. അതിനായിരിക്കും ഈ പബ്ലിസിറ്റി സ്റ്റാൻഡും കളികളൊക്കെ നടക്കുന്നത്. എന്തടാ ഒരു മര്യാദയൊക്കെ വേണ്ടേ, ഒരു ലേശം മര്യാദ വേണ്ടേ, ലേശം. അല്ലെ ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതോ അതിനനുസരിച്ചിട്ട് മുന്നറിയിപ്പ് തരുന്നതോ ഒക്കെ ആണെങ്കിൽ, അല്ലെ ഒരു ആണെങ്കിൽ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് വേറെ, കള്ളം പറഞ്ഞിട്ട് അതൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ പറയാനാ ഇനിയിപ്പോ ഇതിനകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത്യാവശ്യം ഭയങ്കര ഒരു ആദ്യം ഒരു ടെൻഷൻ കേട്ടോ. എന്ന് വെച്ചാൽ ആകെ ഒരു ഇച്ചിരി സമയമുണ്ട്, വിളിച്ചിട്ട് പലരെയും കിട്ടാനില്ല. നമ്മൾ എങ്ങനെ മാറാനാ ഇതിനകത്തുനിന്ന്? നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോഴേ നമുക്ക് ആരും ഇല്ല എന്നുള്ളത് നമുക്ക് കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. വേറെ നമ്മൾ പലരെയും വിചാരിച്ച് കൂട്ടുകാരാണ്, പരിചയക്കാരാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്തതിന് തിരിച്ചൊരു ഹെൽപ്പ് കിട്ടുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലായി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. കാരണം വിളിച്ചിട്ട് പലരും എടുക്കണില്ല. എൻ്റെ പൊന്നെ നമ്മൾ കിടന്നൊരു പാട്. ഈ സമയമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് ആരാണെന്നുള്ളതും ട്രൂ റിലേറ്റീവ്സ് ആരാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാകുന്നത്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്റെ കൂടി ഇവളും ഉണ്ട്. അപ്പൊ എന്നെ അഥവാ ഇടയ്ക്കിട്ട് വിളിച്ചോണ്ട് പോയാലും ഇവക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അപ്പൊ ഇവളെ സേഫ് ആയിട്ട് എത്തിക്കുന്ന രീതിയിൽ വേറെ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവളെ എന്റെ കൂടെ സേഫായിട്ട് കൊണ്ടുപോവുക. പ്രശ്നം രോഹിത്തിന് എന്തായാലും വൈഫിനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നാണ് എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ അംഗീകരിക്കണം കേട്ടോ, ഓൻ അംഗീകരിക്കണം. ഓൾക്ക് വേണ്ട കെയർ കൊടുക്കുക, ഓളെ സേഫാക്കി ഇരുത്തുക, സേഫാക്കുക എന്നുള്ളതിനൊക്കെ അവന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് അവൻ്റെ ഈ വർത്തമാനത്തിൽ നിനക്ക് മനസ്സിലായത്. ഇനി അത് വർത്തമാനം മാത്രമാണോ അറിയില്ല കേട്ടോ. ഓളും അങ്ങനെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും സ്നേഹസമ്പന്നനായിട്ടുള്ള ഭർത്താവാണ് പ്രശ്നേഷ്. ഭാര്യനെ ആരും ചീത്ത വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഭാര്യ കാരണം കൊണ്ടല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഇവിടെ പറയുന്നത്. എന്തായിക്കോട്ടെ, എന്തായാലും തെറ്റിന് ക്ഷമ ചോദിച്ചിട്ടുണ്ട് മൂപ്പർക്ക്. പക്ഷേ ക്ഷമ ചോദിക്കുമ്പോൾ മൂപ്പര് തെറ്റ് ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല തോന്നുന്നു എന്താണ് സംഭവം എന്ന്. അത് മൂപ്പര് അങ്ങനെ ഇമോഷണൽ ആയതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ടങ് സ്ലിപ്പ് ഓഫ് ടങ് എന്തൊരു സാധനം അത് സംഭവിക്കണതാണോ എന്നറിയില്ല. അത് മൂപ്പര് മൊത്തത്തിൽ വീക്കായതുകൊണ്ട് ഫിസിക്കലി ഇമോഷണലി മെൻ്റലി ഒക്കെ വീക്കായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അത് മൂപ്പര് മൊത്തത്തിൽ ഗ്രഡ്ജ് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ സ്വയം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കില്ല. അതാണോ അറിയില്ല. എന്തായാലും പ്രശ്നം ഇപ്പോൾ പറഞ്ഞല്ലോ വർക്കിനുള്ള ടൂൾസ് വരെ സാമഗ്രികളൊക്കെ ഇല്ലേ, ഇതൊക്കെ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ അവിടെ അമ്മയുടെയും പെങ്ങളുടെയും താമസിക്കണ അവരെ വീട്ടിലാണ്. അപ്പം ഇനി പുതിയത് വാങ്ങിയിട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും വാങ്ങ് പ്രശ്നം മിസ്റ്റർ രോഹിത്, ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത്. എന്തായാലും ഒരു പുതിയ തുടക്കമാവട്ടെ. കൂടുതൽ ആക്റ്റീവായിട്ട് ഇതിലേക്ക് ഇറങ്ങുക. ഒരുപാട് കാര്യങ്ങൾ ബ്രോ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നല്ല ടാലൻറ്റഡായ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളിലൊന്നും പെടാണ്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ജീവിക്കുക. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി മാതൃകാപരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇനിയിപ്പോൾ അറസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസും എന്തെങ്കിലും പരിപാടികളുണ്ടൊക്കെ നിയമപരമായ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ പോണതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലൊന്നും പെടാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. എന്തായാലും ഇവർ കുറേ നരകിച്ചിട്ടുണ്ട് തോന്നുന്നു, കുറച്ച് ദിവസം പേടിച്ചിട്ടുണ്ട് തോന്നുന്നു, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസുകൾ ഇവർക്ക് എന്തൊക്കെ സംഭവിച്ചു. ഞാൻ ഇവർ വെള്ളപൂശം നിൽക്കല്ല കേട്ടോ.
അതായത് ഇതൊന്നും ജീവിതത്തിൻ്റെ അവസാനമായി തീരരുത്, എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥയിലായി തീരരുത് എന്നാണ് എൻ്റെ ഒരു പോയിൻ്റ്. അപ്പോൾ അവരും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, കൂടുതൽ ശക്തിയോടുകൂടി വരട്ടെ. നിങ്ങളൊരു കാര്യം വെച്ചേക്ക്, മൂപ്പര് എന്തൊക്കെ പറഞ്ഞാൽ ടാലൻറ്റഡാ, മൂപ്പർക്ക് ഇത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ മൂപ്പര് വെച്ചാൽ സാധിക്കും. കാരണം ഹീസ് എഡ്യൂക്കേറ്റഡ്. പിന്നെ മൂപ്പർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ വരട്ടെ അല്ലേ. കാരണം മൂപ്പരേതായ രീതിയിൽ ഒരു വഴിവെട്ടി വരാൻ ശ്രമിച്ച ഒരാളാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു അത് അറിഞ്ഞുകൊണ്ടോ അറിയാത്ത എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ എന്തായാലും പൂർവാധി ശക്തിയോട് മൂപ്പര് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഞാനും ഇവളും കേട്ടോ ഒരേപോലെയാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. ഒരുമിച്ചാണ് ഞങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഈ പ്രശ്നമാണെന്നുകൊണ്ട് മൂപ്പര് പറയുന്ന സാധനമുണ്ട്. അമ്മ ഇങ്ങനെ പറയും ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്യണം, അത് റീചാർജ് ചെയ്യണം, നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തൊക്കെ റീചാർജ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് ഇരുന്നിട്ട് സിനിമ കാണാൻ പോലും പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ. അത് കുടുംബം നോക്കണ ആളുകൾക്കാണ് അത് മനസ്സിലാവുള്ളൂ, മൂത്ത മോനെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ കമൻറ്റ് സെക്ഷനിൽ കാണലുണ്ട്, ചില ആൾക്കാർ അങ്ങനെ വിളിക്കലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിൽ മൂപ്പര്. അപ്പോൾ ചിലർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, കുറച്ചൊക്കെ നമുക്കും കണക്ട് ചെയ്യാൻ സാധിക്കാം. നമ്മുടെ ഉള്ളിലൊക്കെ ഈ മനുഷ്യപ്പറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ. പക്ഷേ സംഗതിയുള്ളൂ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡും കൂടി ഉണ്ടല്ലോ. നമ്മളാരും പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. പിന്നെ നമുക്ക് പെർഫെക്റ്റ് തോന്നുന്ന സാധനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇംപെർഫെക്റ്റ് ആയിരിക്കും, അവർക്കത് പോരായ്മയായിട്ട് തോന്നും അല്ലേ. നമുക്കത് അടിപൊളി തോന്നിയാൽ വേറൊരാൾക്ക് ചിലപ്പോൾ അത് ബോറായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. നമ്മൾ നല്ലതാണ് ചെയ്യണമെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് പൊതുസമൂഹത്തിന് അത് മോശപ്പെട്ട ഒരു പരിപാടി ആയിരിക്കാം അല്ലേ. അപ്പം അങ്ങനൊരു റിയാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കറക്കി ഇതിനെ എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഇത് പ്രാക്കല്ലേട്ടാ, അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ, ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാവുള്ളൂ, കാശില്ലാത്തതിൻ്റെ വേദന ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നൊക്കെയാണ് പ്രശ്നേഷ് രോഹിത് പറയുന്നത്. എന്തായാലും രോഹിത്തിൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ ഓൾ ദി വെരി ബെസ്റ്റ്, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ അടിക്കുക. നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്, അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. വേറെ വിഷയമായി വേറെ വീഡിയോയിൽ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ബൈ, ടാറ്റ.